തൃശ്ശൂർ മത്സരിച്ച് തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ പരാജയത്തെക്കുറിച്ച് KPCC ഉപസമിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കേട്ടിട്ടുണ്ട്. അതിൽ 3 പ്രധാന നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പുറകിൽ? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ? കോൺഗ്രസ് രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഈ തൃശ്ശൂരിലെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്കിത് ആദ്യം അറിയാവുന്നതല്ലേ. മുരളീധരനെ അവിടെ കൊണ്ട് തോൽപ്പിക്കാൻ കൊണ്ടുവച്ചാൽ പ്രതാപൻ സുരേഷ് ഗോപി കുറച്ചുകൂടി വലിയ കണ്ടക്ടറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പ്രതാപന് അവിടെ താഴെത്തട്ട് നല്ല എന്താ പറയുക ബന്ധങ്ങളുണ്ട്. ഇപ്പം മുസ്ലിംസ് ആണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും ദളിത് കമ്മ്യൂണിറ്റി ആണെങ്കിലും സാധാരണക്കാരായിട്ട് ബന്ധമുള്ള നേതാവാണ് ഈ സുനിൽകുമാറിനെ പോലെ. പ്രതാപൻ മത്സരിച്ചാൽ സുരേഷ് ഗോപി ജയിക്കുകയായിരുന്നു. കാരണം അതേപോലെ തന്നെ പോപ്പുലറായിട്ടുള്ള സുനിൽകുമാറാണ് അവിടെ എതിരുന്നത്. അപ്പം അത് വേറൊരു കാര്യം. അപ്പം പ്രതാപൻ അവിടെ നിന്ന് മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. മുരളി തന്നെ കേരള രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതാക്കും. കെ ഫാമിലിയെ ഇല്ലാതാക്കും. പൽമേജനെ പുറത്തെടുത്തു. പൽമേജ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോക്കും. പണ്ട് നെഹ്റു കുടുംബം എന്ത് ചെയ്യണോ തീരുമാനിച്ചുകൊണ്ട് കെ കരുണാനാണ്. നരസിംഹറാവു എന്ത് ചെയ്യണോ തീരുമാനിച്ച കെ കരുണാനാണ്. ആ കെ കരുണാനെ നോക്കി രാഹുൽ ഗാന്ധിനെ കാണാൻ 20 ലക്ഷം രൂപ, എന്നിട്ട് വണ്ടി കയറ്റിയതുമില്ല. പിന്നെ പൽമേജയ്ക്ക് സ്വന്തം വലിപ്പം മനസ്സിലാക്കാതെ പൽമേജനെ അതിനെ കുറ്റം പറഞ്ഞാൽ മതി. കെ കരുണാൻ്റെ മോളെന്തിനാ 20 ലക്ഷം കൊടുത്തിട്ട് ഈ ലീഡറെ വളർത്തിക്കൊണ്ട് വന്ന ലീഡറുടെ വെട്ടിയെടുപ്പ് വരെ ബഹുമാനെ കാല് പിടിക്കേണ്ട ആവശ്യം ഇല്ല. പോയി പണി വെക്കാൻ പറയും. ഇങ്ങനെയുള്ള ആളുകൾ വാക്ക് പാലിക്കുന്നത് എന്താണ് ഉറപ്പ്? വാക്ക് പാലിക്കില്ല. അപ്പോൾ എന്നിട്ടില്ല. പത്മജ വണ്ടി ആയതുകൊണ്ടാണ് പത്മജ പോയിട്ട് കാശ് കൊടുത്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ നമുക്കൊരു നോട്ടത്തിന് ഒരു പെരുമാറ്റം മനസ്സിലാക്കും. പത്മജയ്ക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ അവിടെ പത്മജ ജയിക്കേണ്ടതല്ലേ. സുരേഷ് ഗോപി എന്നാൽ പപ്പേച്ചി ജയിച്ചോട്ടെ എന്ന് മാറി കൊടുത്താലേ. സുരേഷ് ഗോപി ആദ്യം ശ്രമിച്ചത് സുരേഷ് ഗോപി ജയിക്കുന്നതോടെ പപ്പേച്ചി ജയിച്ചോട്ടെ എന്ന് മാറി കൊടുത്താൽ എന്നിട്ട് എങ്ങനെ പത്മജ തോറ്റു? ബഹുമാനി വലിച്ചു. അതിൻ്റെ മുമ്പ് പത്മജ എങ്ങനെ തോറ്റു? ബഹുമാനി വലിച്ചു. വലിയ സംഭവം. അപ്പോൾ പത്മജ ഈ പാഷ് എടുത്ത് പത്മജയ്ക്ക് പറ്റിയ അബദ്ധമാണ്. അതുപോലെ തന്നെയാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ കോൺഗ്രസ് ബുദ്ധിമുട്ട് നേരിടുന്ന സാധ്യത എല്ലാം പോയി ഫൈറ്ററായിട്ട് ജയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ അഭിമന്യായിപ്പോയി. അതാണ് കാര്യം. പത്മവ്യൂഹത്തിൽപ്പെട്ടു. അപ്പം അവിടെ വടകര നിന്നിരുന്നെങ്കിൽ അവിടെ BJPക്കാർ വോട്ട് ക്രോസ് ചെയ്യായിരുന്നു. കാരണം എന്തൊരു BJP കുമ്മനത്തെ ഇവിടെ തോൽപ്പിച്ച് ദേഷ്യമുണ്ട് അവിടെ. ഈ മുരളീധരൻ ഇത്തിരി വിവരമൊക്കെ കുറേ വെച്ചു. പക്ഷേ മുരളീധരൻ ഈ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഉമ്മൻചാണ്ടി ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് എഴുതിയിട്ടുണ്ടാവില്ല. ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സഭ പറഞ്ഞിട്ടാണ് അദ്ദേഹം നിയമത്തെ ഒന്ന് മത്സരിക്കും. ഈ ലീഡറിന് എല്ലാ സമയത്തും RSSമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അത് മാരാവതിയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നല്ലോ. അതുകൊണ്ടുകൊണ്ട് വോട്ടൊക്കെ കച്ചവടമൊക്കെ നടത്തിയത്. അപ്പോൾ ഈ കുമ്മനമെന്ന് വെച്ചാൽ സാധാരണ BJPക്കാർക്ക് എങ്ങനെ എനിക്കറിയില്ല. സാധാരണ RSSകാർക്ക് വലിയൊരു വികാരം. അത് അവരോട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവും. അവർ പറയാം ഋഷിതുല്യനായ കുമ്മനം എന്നൊക്കെയാണ് അവർ പറയും. ചെരുപ്പിടാതെ നടക്കുന്നത്. അപ്പോൾ കുമ്മനത്തെ തോൽപ്പിച്ചോടെ RSSെതിരായി. BJPക്കാർ സന്തോഷമില്ലെന്നൊക്കെ അവരോട് വയ്ക്കണം. RSSകാർ ഭയങ്കരമായിട്ട് പെയിൻ ചെയ്തു എന്നുള്ളത് സത്യമാണ്. സിറ്റിംഗ് സീറ്റായിരുന്നു. രാജേട്ടൻ കൂളായിട്ട് ജയിച്ച സീറ്റാണ്. കുമ്മനം ജയിക്കേണ്ടതാണ്. അതവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതോടുകൂടി മുരളീധരൻ എവിടെ ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ള അജണ്ടയാണ്. ഇതുപോലെ ഇവർ അജണ്ട നടപ്പിലാക്കിയ വേറൊരു സ്ഥലം എനിക്കൊന്ന് ബൽറാമിൻ്റെ കാര്യത്തില്ല. ബൽറാമിന് കൊണ്ട് BJP വോട്ട് കിട്ടിയിരുന്നു. ബൽറാം എവിടെ പോയെന്തോ ഭയങ്കര RSSന് എന്തോ ബാലഗോകുലോ എന്തോന്ന് പറഞ്ഞു. അതോടെ ബൽറാമിൻ്റെ കാര്യം തീരുമാനമായി. അങ്ങനെ കോൺഗ്രസ് CPMന് ഇപ്പോൾ RSSകാർ ക്രോസ് വോട്ട് ചെയ്തപ്പോൾ ജയിക്കാനുള്ള സാഹചര്യമുണ്ട് അവരുടെ സ്ഥലങ്ങൾ. കോൺഗ്രസിന് അങ്ങനെ സാഹചര്യമില്ല. ലീഗിനുണ്ട്, CPMനുണ്ട്, കേരള കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനതില്ല. പിന്നെ കോൺഗ്രസിന് അണികൾ കുറേയൊക്കെ മൃദു ഹിന്ദുത്വവാദികളാണ്. CPMനും അങ്ങനെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന് കുറച്ചൊരു ഓപ്പണാണ്. അത്രയേ ഉള്ളൂ. അപ്പം ഈ മൃദു ഹിന്ദുത്വവാദികളെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ഉള്ളിൽ ഹിന്ദുത്വവാദം പുറത്ത് വരും. അത് സ്വാധീനിക്കാൻ RSSന് അറിയാം എങ്ങനെ സ്വാധീനിക്കണം. അങ്ങനെയാണ് ബൽറാം തോറ്റത്. അപ്പം മുരളീധരനെ അവിടെ മത്സരിച്ച ഇപ്പം BJP ക്രോസ് വോട്ട് ചെയ്താൽ പോലും ചിലപ്പം മുരളി ജയിച്ചു പോവുകയാണ്. വടകരായിരുന്നു. അവിടെ നിന്ന് മുരളീനെ മാറ്റി. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താ പത്തറ്റിക്കായ 3ാം സ്ഥാനത്തേക്ക് പോയി. ഹ്യൂമിലിയേറ്റിംഗ് പൊസിഷനിലേക്ക് പോയി. അതുകൊണ്ടതാണ്. അപ്പോൾ മുരളി തന്നെ അത് സ്വയം ചിന്തിക്കേണ്ട. പിന്നെ മുരളീനെ മുരളീൻ്റെ അടുത്ത് വന്നു. ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റി പാലക്കാട് ബൈ ഇലക്ഷൻ വന്ന സമയത്ത് എഴുതി കൊടുത്ത പേര് മുരളീധരനാണ്. അത് വേണ്ടാന്ന് പറഞ്ഞത് നേതാവ് മുരളി. പിന്നെ ഇപ്പം പോയ മര്യാദക്കാരനായി അറിയോട് മുരളി പേരൊന്നും പറഞ്ഞിട്ടില്ല. മുരളീനോട് തൃശ്ശൂരിൽ പോയി മത്സരിക്കാൻ പറഞ്ഞ ആളാണ്. അത് നിങ്ങൾക്ക് ഈ മുരളീധരനല്ലാതെ ആരുമില്ലേ എന്ന് ചോദിച്ചിട്ട് പേര് വെട്ടിക്കളഞ്ഞു. അത് പാലക്കാട്ടുകാരുടെ നഷ്ടമെന്ന് ഞാൻ പറയും. ഞാൻ ഒരു MP എന്ന രീതി വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയും.
പിന്നെ ഈ ഷാഫി പറമ്പിൽ മുരളി തോറ്റ സമയത്ത് മുരളിച്ചേട്ടൻ ഈ മത്സരം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം ഊർജ്ജം കിട്ടിയത്, ഞങ്ങൾ ജയിച്ചത്. കാരണം സുരേഷ് ഗോപിയെ നേരിടാൻ, RSSനെ നേരിടാൻ, BJP നേരിടാൻ, ഹിന്ദുത്വവാദത്തെ മോഡിയെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തനായ നേതാവുണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി എന്ന് പറഞ്ഞ ഷാഫിയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പാലക്കാട് മുരളിക്കെതിരെ കളിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കളിച്ചത്. അവിടെ രാഹുൽ മാങ്കൂട്ടോ മുരളി ആരായാലും ഇയാൾക്കെന്താണ് ഷാഫി ഷാഫി പ്ലാൻ. ഷാഫിനെ വിശ്വസിക്കരുത് പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നീ ഷാഫിന് വലിയ അഭിപ്രായമാണ് കേട്ടോ, എനിക്കതിന് ഇൻഡെപ്തെന്ന് അറിയില്ല. ഈ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ ചാണ്ടി ഉമ്മൻ ഷാഫിന് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അവരൊക്കെ ചാണ്ടിനെ പറ്റി ഇങ്ങനെ ഷാഫിനെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അവർ ശരിയായിരിക്കും. നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലും പറയുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം മുരളി ഇത് കെ ഫാമിലി ഇല്ലാതെ എന്തൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പണ്ട് പെട്ടിയെടുപ്പിച്ച ദേഷ്യം എന്ന് തോന്നുന്നു. ലീഡറിൻ്റെ പെട്ടിയെടുക്കാൻ വേണ്ടി മത്സരിച്ച ആളുകളാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ഒക്കെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് പണ്ട് പെട്ടിയെടുപ്പിച്ചതിൻ്റെ ദേഷ്യമായിരിക്കും. ഇപ്പോൾ പത്മജനെ കൊണ്ടും മുരളിനെ കൊണ്ടും പെട്ടിയെടുപ്പിക്കണമെന്നായിരിക്കും. പത്മജ ഏതായാലും ഈ പെട്ടിയെടുക്കണം പോകുന്നത്. പത്മജ BJP പോയി. അതിന് വലിയ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യം അവർക്ക് വേറെ ഇല്ല. ഈ മുരളി BJP പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുരളിയുടെ രീതി അനുസരിച്ച് മുരളി പണ്ടത്തെ മുരളിയല്ല. മുരളിക്ക് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം പൊളിറ്റിക്സും അങ്ങനെ പണ്ടത്തെ പോലെയല്ല. ഒരു എല്ലാതും വിട്ടിക്കുക എന്നുള്ളതാണ് മുരളീൻ്റെ ഒരു. പതുക്കെ പിൻവാങ്ങുകയാണോ? എനിക്ക് തോന്നുന്നില്ല. മുരളി ഇതിൻ്റെ മുമ്പേ അങ്ങനെ തന്നെയാണ്. അതായത് MP ആയിട്ടൊന്നും ആസ്വദിക്കുന്നു. പണ്ടൊക്കെ എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് MP ഒക്കെ ആയപ്പോൾ അദ്ദേഹം ആസ്വദിക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ ആസ്വദിക്കുന്ന പോലെ തോന്നില്ല. ഒരു ജോലി ഒരു കാര്യം ചെയ്യുന്നു, അദ്ദേഹത്തിന് എടുത്തുവരുന്ന ആളുകളെ സഹായിക്കുന്നു, അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ അല്ല സ്വയം എന്തെങ്കിലും ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടില്ല. എക്സ്ക്ലൂസീവ് ആകാൻ തോന്നുന്നു. അത് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതുവരെ കൂടെ വന്ന ആളുകളൊക്കെ തിലക്കും വരും വെട്ടിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോയ കാൽക്കുലേഷൻസ് പേച്ച് പോവുകയും ചെയ്യും. അതൊക്കെയാണ് മുരളിക്ക് പറ്റിയത്. അതെ മുരളീനെ പറ്റിച്ചാന്ന് ഉറപ്പല്ലേ. തൃശ്ശൂർ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എസ്പെഷ്യലി കോൺഗ്രസ്സിൽ. പിന്നെ സുരേഷ് ഗോപിയുടെ അശ്വമേധായിരുന്നു. ഇവരോരോരെ ഈ മോഡിനെ കൊണ്ട് പറഞ്ഞ പോലെ, മോഡി കൊണ്ട് പിണറായി വിജയനെ കൊണ്ട് പറഞ്ഞ പോലെ സുരേഷ് ഗോപി നിങ്ങൾ ഓരോന്നും എന്തൊക്കെ എതിരായി കൊണ്ടുവരുന്ന ഒക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറി. കോഴിക്കോട് മറ്റേ മീഡിയ വിഷയം അത് മൂപ്പർക്ക് അനുകൂലമായി. ചെമ്പ് എന്ന് ബഹുമാനമുണ്ട്, മൂപ്പർക്ക് അനുകൂലമായി. ഗോപി ആശാൻ്റെ അത് മൂപ്പർക്ക് അനുകൂലമായി. എല്ലാം ഇങ്ങനെ ഒരാളെ ക്രൂശിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുക, വാശിയോട് കൂടി നമ്മളെ അയാൾക്ക് വോട്ട് ചെയ്തേക്കാൻ വിചാരിക്കും. അപ്പോൾ അത് മുരളിയാണെങ്കിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ആരാണെങ്കിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രതാപനാണ്. പക്ഷേ പ്രതാപനാണെങ്കിൽ കുറച്ചുകൂടി ഫൈറ്റ് മത്സരം വരികയായിരുന്നു. ചില ഏരിയകളിലൊക്കെ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് വോട്ട് കുറയുമായിരുന്നു. ചില മണ്ഡലങ്ങളെങ്കിലും UDFന് കിട്ടുകയായിരുന്നു, നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പം ഗുരുവായൂർ മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. അതെ. അപ്പം എന്ന് വെച്ചാൽ ലോക്സഭാ ഇലക്ഷനിൽ ഗുരുവായൂർ മാത്രമാണ് മെജോറിറ്റി കോൺഗ്രസിനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ മണ്ടന്മാരിപ്പം പോയി. അപ്പോൾ കോൺഗ്രസിന് പിന്നെ ഗുരുവായൂർ CPM MLA അല്ലേ എന്നൊക്കെ പറഞ്ഞ് മണ്ടന്മാർ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയ ലോകസഭയാണ്. അപ്പോൾ പിന്നെ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വാസ്തവമാണ്. അതിനർത്ഥം കെ ഫാമിലിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് കോൺഗ്രസ് സീനിയേഴ്സിനെല്ലാം വെട്ടി നിർത്താനുള്ള പരിപാടിയാണ് ഇതെന്ന് തോന്നുന്നു. പുതിയൊരു തലമുറ അത് വന്നോട്ടെ, അതൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഉള്ള ആളുകളൊന്നും കേമന്മാരൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാണല്ലോ കോൺഗ്രസ് ഇങ്ങനെ ആയത്, CPM തുടർഭരണം കിട്ടിയത്. പക്ഷേ ഇങ്ങനെ ഒരുമാതിരി പലയിടത്തുനിന്ന് കുത്തുമ്പോൾ ലീഡർ കൊണ്ട് പോകുന്നുണ്ട്, പിന്നിന്നും മുന്നിന്നും കുത്തി. ഇതല്ല മുരളീധരൻ്റെ ശരീരത്ത് മൊത്തമൊക്കെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയായിപ്പോയി. ആരെന്ന് പറയും, മുരളീധരൻ ഏതാണ്ട് ഇപ്പോൾ ഭീഷ്മരെ പോലെയാണ്. ഭീഷ്മർ ഈ പറയുന്നതിൻ്റെ മാതിരി ശരശയ്യലല്ല. ഭീഷ്മർ ചില ആളുകളോട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭീഷ്മർ ആയുധം താഴെ വെച്ചു. അതുപോലെ മുരളി ഇപ്പോൾ ആയുധമൊക്കെ താഴെ വെച്ചിരിക്കുകയാണ്. ആ ഭീഷ്മരാണ് അർജുനൻ തലങ്ങും പലങ്ങും അമ്പയിൽ ഒരു വൈക്കിയാക്കിയത്. അതേപോലെയാണ് ലീഡറിന് മുന്നിന്ന് പിന്നിന്ന് കുത്തിട്ടാണെങ്കിൽ 10 എന്താണ് ദശരഥ എന്ന് പറയുമ്പോൾ 10 ദിശകളിൽ രഥം ഓടിക്കുന്ന ആളല്ല. 10 ദിശയിൽ നിന്നും കൂടിയാണ് മുരളീധരനെ കുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഇവരൊക്കെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. ലീഡർ ഇതേലും ലീഡർ അനുഭവിച്ചിട്ടുണ്ട്, മുരളി ഇതേലും മുരളി അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഇവർ അനുഭവിക്കും. നിങ്ങൾ നോക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.